ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. ഐതിഹ്യമാല കുട്ടികൾക്ക് എന്ന പുസ്തകമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. ഇന്നത്തെ ഭാഗത്തിലേക്ക് കുമാരമംഗലത്ത് നമ്പൂതിരിയും യക്ഷിയമ്മയും. കായംകുളം രാജാവിൻ്റെ കീഴിലുള്ള ഒരു നാട്ടുരാജ്യമായിരുന്നു കൃഷ്ണപുരം. അതിൻ്റെ നാലുപാടും കൊടുങ്കാടായിരുന്നു. കാട്ടിലഞ്ഞിയും കാട്ടുചെമ്പകവും ഏഴിലം പാലയുമെല്ലാം ഇടതിങ്ങി നിൽക്കുന്ന ആ പ്രദേശത്ത് പകൽ സമയത്ത് പോലും കൂരിരുട്ടായിരുന്നു. ആ കൊടുങ്കാട്ടിൽ നിന്ന് ഏതു നേരത്തും ഭയങ്കരമായ ഒരു പൊട്ടിച്ചിരി കേൾക്കാം. കാട്ടിനുള്ളിലെ ഏറ്റവും പൊക്കമുള്ള ഏഴിലം പാലയിൽ അതിഭയങ്കരിയായ ഒരു യക്ഷിയമ്മ പാർത്തിരുന്നു അത്രേ. ആ വഴിക്ക് ഏതെങ്കിലും മനുഷ്യർ നടന്നു വരുന്നതായി കണ്ടാൽ യക്ഷിയമ്മ അതീവ സുന്ദരിയായ ഒരു പെൺകൊടിയുടെ രൂപം പൂണ്ട് താഴെ ഇറങ്ങും. യാത്രക്കാരെ മോഹിപ്പിച്ച് അവൾ പയ്യെ പയ്യെ കാടിൻ്റെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ എത്തുമ്പോൾ അവളുടെ ഭാവം മാറും. ദംഷ്ട്രകളും കോമ്പല്ലുകളും പുറത്തു കാട്ടി സാക്ഷാൽ യക്ഷിയമ്മയായി രൂപം പൂണ്ട് കൂടെ വരുന്നവരെ അവൾ മാന്തി കീറി കൊല്ലും. അവരുടെ ചോര വലിച്ചു കുടിച്ച് ആർത്തട്ടഹസിക്കും. ചിലപ്പോൾ അവരുടെ എല്ലുകൾ പോലും പടപടാ എന്ന് കടിച്ചു പൊട്ടിക്കും. ഇങ്ങനെയായപ്പോൾ ആളുകൾ പേടിച്ച് ആ വഴിക്ക് പോകാതായി. അപ്പോൾ യക്ഷിയമ്മ കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങി ആളുകളെ പിടികൂടാൻ തുടങ്ങി. എന്തു പറയാൻ, യക്ഷിയമ്മയെ പേടിച്ച് വീട്ടുകാർ വീടിൻ്റെ വാതിൽ പോലും തുറക്കാത്ത അവസ്ഥയായി. യക്ഷിയമ്മയുടെ ഉപദ്രവത്തെക്കുറിച്ചറിഞ്ഞ കായംകുളം രാജാവ് അവളെ പിടികൂടാനായി പല നാടുകളിൽ നിന്നും കൊടികെട്ടിയ മന്ത്രവാദികളെ കൊണ്ടുവന്നു. എന്തിനു പറയുന്നു, പിടികൂടാൻ വന്ന മന്ത്രവാദികളെയും അവൾ കൊന്നു തിന്നു. ഇനി എന്തു ചെയ്യും? രാജാവും കൂട്ടരും ആലോചനയായി. അപ്പോഴാണ് അദ്ദേഹം കുമാരമംഗലത്ത് നമ്പൂതിരിയെക്കുറിച്ച് കേൾക്കാനിടയായത്. എത്ര വലിയ യക്ഷിയെയും വരച്ച വരയിൽ നിർത്താൻ കഴിയുന്ന മഹാമന്ത്രവാദിയായിരുന്നു അദ്ദേഹം. കോട്ടയത്തിന് സമീപമുള്ള പാറമ്പുഴ ദേശത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇല്ലം. കായംകുളം രാജാവ് കാര്യക്കാരെ പറഞ്ഞയച്ച് നമ്പൂതിരിയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. തിരുമേനി, യക്ഷി ശല്യം കൊണ്ട് കൃഷ്ണപുരത്തെ പ്രജകൾ വല്ലാതെ വലയുകയാണ്. അങ്ങേക്ക് മാത്രമേ അവളെ അമർച്ച ചെയ്യാൻ കഴിയൂ. ദയവ് ചെയ്ത് രക്ഷിക്കണം. രാജാവ് നമ്പൂതിരിയെ നമസ്കരിച്ചു. അന്ന് പാതിരാത്രിയിൽ കുമാരമംഗലത്ത് നമ്പൂതിരി ഏകനായി കൃഷ്ണപുരത്തെ കാട്ടുവഴിയിലൂടെ യാത്ര തിരിച്ചു. ഒരു സാധാരണ വഴിയാത്രക്കാരൻ്റെ വേഷത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. ഒരു മനുഷ്യൻ നടന്നു വരുന്നത് കണ്ട യക്ഷിയമ്മ പ്രകാശവതിയായ ഒരു പെൺകൊടിയുടെ വേഷത്തിൽ അടുത്തുകൂടി. ഏയ്, എനിക്കല്പം മുറുക്കാൻ തരുമോ? അവൾ ചോദിച്ചു. ഓഹോ, തരാമല്ലോ. എൻ്റെ കൂടെ പോന്നോളൂ. നമ്പൂതിരി അവളെ തൻ്റെ മന്ത്രശക്തി കൊണ്ട് അടിമയാക്കി കൂടെ കൊണ്ടുപോയി. അദ്ദേഹം അവളെ തൻ്റെ കുമാരമംഗലം ഇല്ലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവളെ അദ്ദേഹം ഒരു ഇരുമ്പു നാരായത്തിൽ ആവാഹിച്ചെടുത്ത് ഇല്ലത്തിൻ്റെ നടുമുറ്റത്ത് തറച്ചു വെച്ചു. ഒരു കാരണവശാലും ഈ ഇരുമ്പു നാരായം ഊരി ഇവളെ പുറത്തു പോകാൻ അനുവദിക്കരുത്, നമ്പൂതിരി ഭാര്യയെ പറഞ്ഞേൽപ്പിച്ചു. എങ്കിലും അന്തർജനത്തെ പറ്റിച്ച് നമ്പൂതിരി ഇല്ലാത്ത തക്കം നോക്കി നാരായം വലിച്ചൂരി അവൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അവൾ വീണ്ടും ഭീകരരൂപം പൂണ്ട് കൃഷ്ണപുരത്തെത്തി നാട്ടുകാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. പ്രജകളുടെ നിലവിളി കേട്ട രാജാവ് വീണ്ടും ആളയച്ച് നമ്പൂതിരിയെ അവിടേക്ക് വരുത്തിച്ചു. യക്ഷിയമ്മ തന്നെ പറ്റിച്ച് രക്ഷപ്പെട്ടതിൻ്റെ സാഹചര്യങ്ങൾ നമ്പൂതിരി രാജാവിനെ ധരിപ്പിച്ചു. രാജാവിൻ്റെ അപേക്ഷപ്രകാരം അദ്ദേഹം വീണ്ടും കൃഷ്ണപുരം കാട്ടിലേക്ക് തിരിച്ചു. യക്ഷിയമ്മ കാണാതെ ഒരു മരച്ചുവട്ടിൽ മറഞ്ഞു നിന്ന് നമ്പൂതിരി ഒരു ചരടെടുത്ത് മന്ത്രം ജപിച്ച് യക്ഷിയെ നോക്കി 3 കെട്ടുകെട്ടി. അങ്ങനെ ബന്ധിച്ച യക്ഷിയെയും കൊണ്ട് അദ്ദേഹം ഇല്ലത്തേക്ക് യാത്രയായി.
ഭയചകിതയായ യക്ഷിയമ്മ നമ്പൂതിരിയുടെ കാൽക്കൽ കെട്ടിവീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങയെ പറ്റിച്ച് ചാടിപ്പോന്നതിന് എന്നോട് ക്ഷമിക്കണം. ഇനി എന്നെ കൊണ്ടുപോയി അങ്ങ് നടുമുറ്റത്ത് തറയ്ക്കരുത്. എങ്കിൽ നീ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ഒരു പരദേവതയെ പോലെ ഇവിടെ കഴിയണം. സമ്മതമാണോ? നമ്പൂതിരി ചോദിച്ചു. ശരി, അങ്ങ് പറയുന്നതെല്ലാം ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചു കൊള്ളാം, അവൾ സമ്മതിച്ചു. താമസിയാതെ നമ്പൂതിരി ഇല്ലത്തിൻ്റെ മുറ്റത്ത് ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ച് യക്ഷിയമ്മയെ അവിടെ കുടിയിരുത്തി. അടുത്ത ഭാഗം. എന്താ സാമൂരി കുത്തുമോ? കോലത്ത് നാടുവാണിരുന്ന കോലത്തിരിയും കോഴിക്കോട് വാണിരുന്ന സാമൂതിരിയും തമ്മിൽ അത്ര സുഖത്തിലായിരുന്നില്ല. കീരിയും പാമ്പും പോലെയായിരുന്നു അവരുടെ സ്വഭാവം. ഒരിക്കൽ കോലത്തിരി സാമൂതിരിയെ സന്ദർശിക്കാൻ വന്നു. ആദ്യം നല്ല രീതിയിലാണ് ഇരുവരും സംസാരം തുടങ്ങിയത്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ പൊട്ടലും ചീറ്റലും തുടങ്ങി. പിന്നെ രണ്ടുപേരും മുനവെച്ചുള്ള സംസാരമായി. സാമൂതിരിയുടെ വീരസ്യം കോലത്തിരിയെ വല്ലാതെ ചൊടിപ്പിച്ചു. കോപം മൂത്ത കോലത്തിരി ചോദിച്ചു, എന്താ സാമൂരി കുത്തുമോ? അത് കേട്ടപ്പോൾ സാമൂതിരിക്ക് തീരെ സഹിച്ചില്ല. മൂരി എന്ന് വെച്ചാൽ ഒരിനം കൊമ്പൻ കാളയാണ്. അങ്ങനെ വെറും ഒരു കാളയാക്കി തന്നെ തരം താഴ്ത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കോപം അണപൊട്ടി. അദ്ദേഹം തിരിച്ചടിച്ചു. എന്താ കോലത്തിരി കത്തുമോ? സംശയിക്കേണ്ട, ചിലപ്പോൾ കോലത്തിരി കത്തിയെന്ന് വരും. ആഹാ, കോലത്തിരി കത്തിയാൽ നിശ്ചയമായും സാമൂരി കുത്തും, സൂക്ഷിച്ചോ. ഇങ്ങനെ ഇരുവരും തമ്മിൽ തർക്കവും കുതർക്കവുമായി ഏറെ നേരം പിന്നിട്ടു. ആരും തോറ്റതുമില്ല, ജയിച്ചതുമില്ല. ഒടുവിൽ കോലത്തിരി സാമൂതിരിയോട് യാത്ര ചൊല്ലി പിരിഞ്ഞു. എങ്കിലും ഇരുവരുടെയും മനസ്സിൽ പക പുകഞ്ഞു തന്നെ നിന്നു. കുറേ നാളുകൾ കടന്നുപോയി. തൻ്റെ മുന്നിൽ വെല്ലുവിളി ഉയർത്തിയ സാമൂതിരിക്ക് തക്കതായ ഒരു സമ്മാനം നൽകണമെന്ന് കോലത്തിരി കണക്കുകൂട്ടി. താമസിയാതെ അദ്ദേഹം ഒരു സമ്മാനം തയ്യാറാക്കി തൻ്റെ ദൂതന്മാരെ ഏൽപ്പിച്ചു. കോലത്തിരിയുടെ ദൂതന്മാർ സമ്മാനവുമായി കോഴിക്കോട്ടെത്തി. അതിമനോഹരമായി കരകൗശല വേലകൾ ചെയ്ത ഒരു പെട്ടിക്കകത്താണ് സമ്മാനം അടക്കം ചെയ്തു കൊണ്ടുവന്നത്. സമ്മാനം കണ്ടപ്പോൾ തന്നെ സാമൂതിരിയുടെ മനസ്സിൽ ചില സംശയങ്ങൾ തലപൊക്കി. തനിക്കിപ്പോൾ കോലത്തിരി ഇത്തരമൊരു സമ്മാനം നൽകേണ്ട യാതൊരു കാര്യവുമില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ചതി കാണും. സാമൂതിരി ശങ്കിച്ചു. ചിലപ്പോൾ കോലത്തിരി കത്തും എന്ന് അദ്ദേഹം മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതും സാമൂതിരിക്ക് ഓർമ്മ വന്നു. അങ്ങനെ പല സംശയങ്ങളും ഉണ്ടായെങ്കിലും സാമൂതിരി ആ സമ്മാനം മടികൂടാതെ കൈനീട്ടി വാങ്ങി. രാജസേവകന്മാർ യാത്ര പറഞ്ഞു പോയി. ആ കൗതുകപ്പെട്ടിയിൽ എന്താണുള്ളതെന്നറിയാൻ സാമൂതിരിക്കും അന്തേവാസികൾക്കും തിടുക്കമായി. സാമൂതിരി മൊഴിഞ്ഞു, ആരും തിടുക്കം കൂട്ടേണ്ട, പെട്ടി ഉടനെ തുറക്കാം. അതിനു മുൻപായി ഇത് കുറേ നേരം വെള്ളത്തിൽ മുക്കിക്കൊണ്ടുവാ. രാജഭടന്മാർ പെട്ടിയുമായി കൊട്ടാരക്കുളത്തിലേക്ക് പോയി. അവർ കുറേ നേരം പെട്ടി വെള്ളത്തിൽ മുക്കിയിട്ട് അതിനുശേഷം സാമൂതിരിയുടെ തിരുമുന്നിൽ കൊണ്ടുവന്നു വെച്ചു. ഇനി പെട്ടി തുറന്നോളൂ, സാമൂതിരി കൽപ്പിച്ചു. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കെ രാജസേവകന്മാർ സമ്മാനപ്പെട്ടി തുറന്നു. അയ്യോ, ഇതിനകത്ത് നിറയെ വെടിമരുന്നാണല്ലോ. പെട്ടി വെള്ളത്തിൽ മുക്കിയതുകൊണ്ട് നാം എല്ലാം രക്ഷപ്പെട്ടു. തൊട്ടടുത്തു നിന്ന മന്ത്രി സത്തമ്മൻ നെഞ്ചത്ത് കൈവച്ചു. അല്ലെങ്കിൽ നാം ഇപ്പോൾ കത്തിയേനെ. ഈ രംഗങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച സാമൂതിരി അല്പം ഭീതിയോടെ നെടുവീർപ്പിട്ടു. അതങ്ങനെ കഴിഞ്ഞെങ്കിലും സാമൂതിരിയുടെ മനസ്സ് വല്ലാതെ ഇരമ്പി മറിഞ്ഞുകൊണ്ടിരുന്നു. ഉരുളയ്ക്ക് ഉപ്പേരി നൽകാൻ ഇതിനിടയിൽ അദ്ദേഹം ചില തന്ത്രങ്ങൾ മെനഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സാമൂതിരിയും ഒരു വലിയ സമ്മാനപ്പെട്ടി തയ്യാറാക്കി. ഒരു ദിവസം രാവിലെ സാമൂതിരിയുടെ സേവകന്മാർ പെട്ടിയുമായി കോലത്തിരിയുടെ കൊട്ടാരത്തിലെത്തി. അവർ ഭയഭക്തി ബഹുമാനങ്ങളോടെ സമ്മാനപ്പെട്ടി കോലത്തിരിക്ക് സമർപ്പിച്ചു. മനസ്സിൽ ആശങ്കയുണ്ടായിരുന്ന കോലത്തിരി രാജാവ് സാമൂതിരി ചെയ്തതുപോലെ തന്നെ സമ്മാനപ്പെട്ടി എടുത്ത് കുറേ നേരം
കുളത്തിലെ വെള്ളത്തിൽ മുക്കിയിട്ടു. കുറേ സമയത്തിനു ശേഷം കോലത്തിരിയും കൂട്ടരും സമ്മാനപ്പെട്ടി തുറന്നു. ഹോ, കഷ്ടമേ കഷ്ടം! പിന്നെ വലിയ ഒരു ഇരമ്പമാണ് അവിടെ ഉയർന്നു കേട്ടത്. അമ്മേ, കടന്നൽ, കടന്നൽ, കാട്ടുകടന്നൽ! ഓടിക്കോ, ഓടിക്കോ! കോലത്തിരിയും കെട്ടിലമ്മയും കൊട്ടാരത്തിലെ അന്തേവാസികളും ഓടടാ ഓട്ടം. പെട്ടിക്കുള്ളിൽ വെടിമരുന്നായിരിക്കുമെന്ന ശങ്കയിലാണ് കോലത്തിരി അത് വെള്ളത്തിൽ മുക്കിയത്. പക്ഷെ എന്തു ചെയ്യാം, അതിനകത്ത് ഉഗ്രൻ കാട്ടുകടന്നലിൻ്റെ കൂടായിരുന്നു അടക്കം ചെയ്തിരുന്നത്. വെള്ളത്തിൽ മുക്കിയതോടെ കോപം പൂണ്ട കടന്നലുകൾ വല്ലാതെ ഇളകി. അവ കോലത്തിരിയെയും കെട്ടിലമ്മയെയും കൊട്ടാരത്തിലെ സകല അന്തേവാസികളെയും തുരുതുരാ കുത്തി വേദനിപ്പിച്ചു. പലരും ഉച്ചത്തിൽ അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞു. ചിലർ നിലത്തു വീണുരുണ്ടു. അപ്പോഴാണ് സാമൂരി കുത്തും എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ കോലത്തിരിക്കും കൂട്ടർക്കും ശരിക്ക് മനസ്സിലായത്. അവർ വല്ലാതെ ലഭ്യരായി. അടുത്ത ഭാഗം കളപ്പുറത്ത് ഭീമൻ. എത്ര തിന്നാലും വിശപ്പടങ്ങാത്ത ഒരു തീറ്റപ്രിയനായിരുന്നു കളപ്പുറത്ത് ഭീമൻ. കാഴ്ചയിൽ മഹാഭാരത കഥയിലെ ഭീമനെ പോലെ തന്നെയായിരുന്നു അയാളുടെ രൂപവും. അതുകൊണ്ടാണ് എല്ലാവരും അയാളെ ഭീമൻ എന്ന് വിളിച്ചു വന്നത്. കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിൽപ്പെട്ട കയ്യൂർ എന്ന സ്ഥലത്തായിരുന്നു കളപ്പുറത്ത് തറവാട്. ഭീമൻ എന്ന് വിളിച്ചിരുന്നത് കൊണ്ട് അയാളുടെ യഥാർത്ഥ പേര് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. വീട്ടിലുള്ളതും നാട്ടിലുള്ളതും ഒക്കെ തിന്നിട്ടും വിശപ്പ് മാറാതാകുമ്പോൾ ചിലപ്പോഴൊക്കെ ഭീമൻ കാട്ടിലേക്ക് കടന്നു ചെല്ലും. കാട്ടാട്, കാട്ടുമുയൽ, കാട്ടുപന്നി, കാട്ടുടുമ്പ്, മരപ്പട്ടി, ഇളമാൻ തുടങ്ങിയ മൃഗങ്ങളെയെല്ലാം പിടികൂടി വേവിച്ച് തിന്ന് വിശപ്പടക്കും. ഭീമാകാരനായിരുന്നെങ്കിലും അയാളെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ചിലർ പഴക്കുലകളും പച്ചക്കറികളും ഒക്കെ ഭീമന് പാരിതോഷികമായി നൽകും. അതൊക്കെ വാങ്ങി തിന്നുക മാത്രമല്ല, തന്നെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായവും നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കാനും അയാൾ സദാ സന്നദ്ധനായിരുന്നു. ചിലപ്പോൾ ഭീമൻ വിനോദത്തിനു വേണ്ടി കാട്ടിൽ നിന്ന് പുലികളെയും കരടികളെയും എല്ലാം പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുമായിരുന്നു. മാത്രമല്ല, അഭ്യാസങ്ങൾ പഠിപ്പിച്ച് കാണികളുടെ മുന്നിൽ അവതരിപ്പിക്കാനും അയാൾ താൽപ്പര്യം കാണിച്ചിരുന്നു. ഒരിക്കൽ കാട്ടിൽ അക്രമം കാണിച്ചു നടന്ന ഒരു കാട്ടുപോത്തിനെ പൊക്കിയെടുത്ത് ഭീമൻ താഴ്വാരത്തേക്ക് വലിച്ചെറിഞ്ഞു. പുതും! അതോടെ അതിൻ്റെ കഥ തീർന്നു. ആന പോലും പൊക്കാത്ത കാട്ടുതടികൾ പലതും ചുമലിലേറ്റി ഭീമൻ കാടിറങ്ങി വരുന്നത് സാധാരണ കാഴ്ചയായിരുന്നു. ഒരിക്കൽ കളപ്പുറത്ത് ഭീമൻ്റെ അയൽപ്പക്കത്തെ വീട്ടുകാർ ഒരു വലിയ കിണർ കുഴിക്കാൻ തുടങ്ങി. വളരെ ആഴമുള്ള കിണറുണ്ടാക്കാനായിരുന്നു അവരുടെ ശ്രമം. കുഴിച്ച് കുറേ ചെന്നപ്പോൾ അവർ ഒരു കൂറ്റൻ പാറ കണ്ടു. പാറയ്ക്ക് താഴെയാണ് വെള്ളമുണ്ടായിരുന്നത്. ഈ പാറ മാറ്റാതെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല. പക്ഷേ ഈ പൊണ്ണൻ പാറ മാറ്റാൻ ആർക്കാണ് കഴിയുക? എല്ലാവരും തലയിൽ കൈവച്ചു. ഇതിനിടയിൽ നാട്ടുകാർ എവിടെ നിന്നോ ഒരു സംഘം പണിക്കാരെ കൊണ്ടുവന്നു. കൂറ്റൻ വടങ്ങളും വലിയ ഇരുമ്പു ചങ്ങലകളും ഒക്കെ ആയിട്ടായിരുന്നു അവർ വന്നത്. എല്ലാവരും ചേർന്ന് പാറ വലിച്ചു മാറ്റാൻ ഭഗീരഥ പ്രയത്നം തന്നെ നടത്തി. പക്ഷെ എന്തു കാര്യം? പാറ ഒന്നനക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. എല്ലാം പരാജയപ്പെട്ടപ്പോൾ ആ വീട്ടുകാർ ഒരു തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അവർ ഒരു വമ്പൻ സദ്യയൊരുക്കി. 3 കുട്ടകം ചോറും 2 കുട്ടകം പോത്തിറച്ചിക്കറിയും 1 കുട്ടകം പച്ചക്കറിയുമൊക്കെ തയ്യാറാക്കിയ ശേഷം ഭീമനെ സദ്യയ്ക്ക് ക്ഷണിച്ചു. സദ്യയുണ്ട ശേഷം ഭീമൻ പറഞ്ഞു, കൊള്ളാം, സദ്യ വളരെ കേമമായി. കൈ കഴുകി വന്നിട്ട് ഒരു കുല ഏത്തപ്പഴം കൂടി തിന്നണം. എവിടെയാ കൈ കഴുകാൻ വെള്ളം? ഭീമൻ നാലുപാടും നോക്കി. അപ്പോൾ വീട്ടിലെ കാരണവർ പറഞ്ഞു, ഭീമാ, വെള്ളം കിണറ്റിൻ്റെ താഴെയാണ്. മീതെ ഒരു പാറയുള്ളത് കൊണ്ട് വെള്ളമെടുക്കാൻ പറ്റുന്നില്ല. അത് നീക്കിയാലേ കൈ കഴുകാനുള്ള വെള്ളം കിട്ടുകയുള്ളൂ. ഇത് കേട്ടതോടെ ഭീമൻ കിണറ്റിലേക്ക് തലയെത്തിച്ചു നോക്കി. അതാ
അവിടെ ഒരു ഉഗ്രൻ പാറ. അതിൻ്റെ ഒരു വശത്ത് വടവും മറ്റൊരു വശത്ത് ചങ്ങലയും കെട്ടിയിട്ടുണ്ട്. ബേഷ്, ഒരു കൈ നോക്കാം. ഭീമൻ ഇടതു കൈകൊണ്ട് വടത്തിൻ പിടിച്ച് ഒരൊറ്റ വലി. എന്തു പറയാൻ, ആ നിമിഷത്തിൽ തന്നെ കൂറ്റൻ പാറ കരയിലെത്തി. ഭീമൻ വേഗത്തിൽ ഓടിച്ചെന്ന് കയറ് കെട്ടിയ ഒരു പാളയുടെ സഹായത്തോടെ വെള്ളമെടുത്ത് കൈ കഴുകി. അത് കണ്ട് വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവനും സന്തോഷമുണ്ടായി. ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിൽ അപ്പോൾ തന്നെ കളപ്പുറത്ത് ഭീമൻ അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ഭാഗമായ രാമപുരത്ത് വാര്യരും മാർത്താണ്ഡവർമ്മയും എന്നുള്ള ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ പതിവ് പോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.